ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മളെ ഈദ് മുബാറക്. അപ്പോൾ നമ്മളിതാ പെരുന്നാളിന്റെ ദിവസം അന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നിട്ടാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. ഇപ്രാവശ്യം സാധാരണ എപ്പോഴും നമ്മളെ വീട്ടിലാണ് കേട്ടോ, അതായത് ഇവിടെ തറവാട്ടിലാണ് പെരുന്നാള് കൂടാറുള്ളത്, എല്ലാവരും കൂടിയിട്ട്, സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവരും കൂടിയിട്ട്. പക്ഷെ ഇപ്രാവശ്യം ഒരു ചേഞ്ച് ഉണ്ട്, ഇപ്രാവശ്യം ബ്രദറിന്റെ വീട്ടിലാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും ഇതാ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും. അപ്പൊ എന്നത്തെയും പോലെ തന്നെ നമ്മളെ പെരുന്നാളിന്റെ അന്ന് നിഷ്കാക്കാന്റെ ഒരു ചെറിയൊരു പെരുന്നാൾ മെസ്സേജ് ഉണ്ടാവലുണ്ട് അല്ലെ. അപ്പൊ ഇന്നതില്ലേ, മെസ്സേജ് എന്നല്ല ഒരു ടോക്ക്, ചെറിയൊരു ടോക്ക് ഉണ്ടാവലുണ്ട്. അപ്പൊ അത് കേൾക്കാം. ഇന്നിപ്പോ എന്താ നമ്മളെ ഈ ലോകത്ത് ഇപ്പം കാര്യമായിട്ട് പറയാനുള്ളത് ഇന്നത്തെ ഒരു യുദ്ധ സാഹചര്യമാണ് അല്ലെ. ലോകം മുഴുവനും അല്ലെ, റഷ്യ ഉക്രൈൻ വാറ്, അതിപ്പോ റീസെന്റ് നമ്മളെ ബാധിക്കുന്ന ഒരു യുദ്ധം, അതായത് പിന്നെ ഇറാൻ ഇസ്രായേൽ വാറ് അല്ലെ. അപ്പോ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വാർ എന്നുള്ളത് നമ്മളെ സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മളെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന വാറുകളാണ്. ഇപ്പൊ തന്നെ അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ ഈ മാർക്കറ്റുകളും ബിസിനസ്സിലൊക്കെ കണ്ടു തുടങ്ങി. പല ആൾക്കാരും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടു എന്നല്ല, അതുപോലെ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന സമയത്ത് പിന്നെ ഒരു കരുതിയിട്ട് ജീവിക്കണം എന്നുള്ളതാണ് അല്ലേ. എന്നും എല്ലാം നിലനിൽക്കണം എന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ജീവിക്കാൻ. പലരും ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട്സും അവരൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അവിടെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ നോർമൽ ആവട്ടെ, പിന്നെ ശരിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള യുദ്ധങ്ങളൊക്കെ പലപ്പോഴും ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ വാറൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യുദ്ധങ്ങളൊക്കെ ആയിട്ടാണ് പലപ്പോഴും ആൾക്കാർ പറയുന്നത്. അതിനൊക്കെ ഒരു കാരണങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും ഇന്ന് നടക്കുന്ന മിക്ക യുദ്ധങ്ങളും ബിസിനസ്സിന് അല്ലെങ്കിൽ ട്രേഡിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളാണ്. നമ്മൾ റീസെൻ്റ്ലി കഴിഞ്ഞ യുദ്ധങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഇറാഖ് US വാറ് നമ്മൾ കണ്ടു. അത് ഇറാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. ഇപ്പോൾ ഉള്ള ഇറാൻ, അതും ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രിയാണ്. കുറച്ചു മുമ്പ് നമ്മൾ ലിബിയയിലുള്ള വാർ, ഗദ്ദാഫിനെ നമ്മൾ ആളുകളുടെ കൂട്ടത്തിലിട്ട് കൊല്ലുന്നത് നമ്മൾ കണ്ടു, അവിടുത്തെ ഭരണാധികാരിനെ. അതും ഒരു ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യമാണ്. ഇങ്ങനെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ലോകത്തിലെ ബിസിനസ് അല്ലെങ്കിൽ രാജ്യം നിലനിൽക്കണമെങ്കിൽ എനർജി വേണം. സ്വർണം എന്നുള്ളതിനേക്കാളൊക്കെ പ്രധാനം അവിടുത്തെ ഓയിൽ എനർജിയാണ്. ഒരു രാജ്യത്തിന് എനർജി തരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ രാജ്യം തളരും എന്ന് ഉറപ്പാണ്. സ്വർണം തരുന്നില്ല അല്ലെങ്കിൽ സ്വർണ്ണമില്ല എന്ന് പറഞ്ഞ പോലെയല്ല ഓയിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ വളർച്ചനെയും വികസനത്തിനൊക്കെ ബാധിക്കുന്ന ഒരു സംഭവം എനർജിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളാണ് പല രൂപത്തിൽ നമ്മുടെ നാട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ചരിത്രത്തിന് പല സമയത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ പഴയ കാലത്ത് രാജാക്കന്മാർ നാട് ഭരിച്ചിരുന്നതും മറ്റു രാജ്യങ്ങളെ കീഴടക്കിയിരുന്നതൊക്കെ നമുക്കറിയാം. അതൊക്കെ ട്രേഡിന് തന്നെയാണ്, അതേ സംഭവങ്ങൾ തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് പല നിയമങ്ങളും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ പല തരത്തിലുള്ള നിയമപ്രശ്നങ്ങളും അതിന് മോണിറ്റർ ചെയ്യാൻ പല സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ കവച്ചു വെക്കാനാണ് തീവ്രവാദമെന്നും ആ നാട്ടിൽ സ്വാതന്ത്ര്യമില്ല എന്നും അതൊക്കെ പറഞ്ഞിട്ട് ആ പേരിൽ ഒരു രാജ്യത്തെ തകർക്കുകയും അവരുടെ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യാം. നമുക്കറിയാം, ഇറാഖ് സദ്ദാം ഹുസൈൻ്റെ മരണശേഷം എത്രയോ കാലമായി ഇന്നും അവിടുത്തെ ഓയിലിന് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. അവിടുത്തെ ഓയിൽ ആ രാജ്യത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ രാജ്യം വീണ്ടും വികസിച്ച് വലിയ നിലയിൽ എത്തേണ്ടതാണ്. പക്ഷെ എത്തുന്നില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഓയിലും എണ്ണയൊക്കെ എവിടെ, ആരൊക്കെയോ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, നമ്മളുടെ ജീവിതം അതിനനുസരിച്ച് മാറ്റുക, വരാനിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇതാണ് ഇപ്രാവശ്യത്തെ ഒരു മെസ്സേജ് ആയിട്ട് പറയാനുള്ളത്. കാര്യപ്പെട്ടൊരു മെസ്സേജ് ഒന്നുമല്ല. അതെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ, അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ടോക്ക്, ചെറിയ ടോക്ക്. ഇനി നമുക്ക് ബാക്കി പെരുന്നാൾ വിശേഷങ്ങളും ഒക്കെ കാണാം അല്ലേ. അപ്പൊ ഞങ്ങള് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ എല്ലാവരും കൂടി കുറച്ച് ടൈം ഫോട്ടോസ് എടുക്കലും പിന്നെ കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. എല്ലാവരും ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ നേരെ അങ്ങോട്ടേക്ക് പോകും. പിന്നെ രാത്രിയും ഒക്കെ അവിടെയാണ്.
ഇപ്രാവശ്യം ഒരു സിസ്റ്ററും ഫാമിലിയും ഇവിടെ ഇല്ല കേട്ടോ. അവര് തിരുവനന്തപുരത്ത്, അതായത് അളിയന്റെ വീട്ടിലേക്ക് പോയിക്കാണ്. സാധാരണ എല്ലാവരും ഉണ്ടാവലുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അവര് മിസ്സിംഗ് ആണ്. ബാക്കി എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കാണാം തലേന്ന് മുതൽ തന്നെ. പിന്നെ ഇതിൽ 2 സ്വീറ്റ്സിന്റെ, അതായത് ഈ സ്വീറ്റ്സിന്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മള് എത്ര മുട്ടായി വാങ്ങിക്കണേ? പെരുന്നാൾ രാവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എന്നത്തെയും പോലെ തന്നെ ഇതാ പെരുന്നാൾ രാവിനെ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് തെക്കുബീറുകളിലും പിന്നെ മൈലാഞ്ചിടലും അതൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇതാ നമ്മൾ ഈ സ്വീറ്റ്സ് ഒക്കെ റെഡിയാക്കാനായിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഇതാ ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. സാധാരണ എപ്പോഴും നമ്മൾ സേമിയ ബൈറ്റ്സ് ആണ് ഉണ്ടാക്കാറുള്ളത്. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും. പക്ഷേ ഇപ്രാവശ്യം 2 ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒന്ന് സേമിയ ബൈറ്റും പിന്നെ നമ്മളെ ചീസ് പഫ് ബോൾസും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ ഇതാ പേസ്ട്രി ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ പീസാക്കിയിട്ട് ഇങ്ങനെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ചീസ് ക്യൂബ്സാണ് കേട്ടോ വെച്ച് കൊടുക്കാനുള്ളത്. ഏറ്റവും നല്ലത് ക്രീം ചീസ് എടുക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഞാനിവിടെ നമ്മളെ നോർമൽ ചീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ടിയും ടേസ്റ്റ് ക്രീം ചീസ് എടുക്കുമ്പോഴാണെന്ന്. ചീസും ഇതുപോലെ 4 പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഷീറ്റും എടുത്ത് അതിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ ഒരു ബോൾ പോലെ ആക്കി എടുക്കണം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വന്ന് പറഞ്ഞു ഈ സൈസ് വേണ്ട, ഇതിനെക്കാട്ടി കുഞ്ഞു ബോൾസ് മതിയെന്ന്. അങ്ങനെ നമ്മൾ 4 എണ്ണാക്കി കട്ട് ചെയ്തത് പിന്നെ 9 എണ്ണാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഷീറ്റ് ഇതാ ഇതുപോലെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ട്രെയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഈ സൈസിനെക്കാട്ടും ചെറിയ സൈസാവും നല്ലത് കഴിക്കാനൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇതാ ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അതായത് നമ്മൾ ഷീറ്റ് എടുത്തിട്ട് 9 സ്ക്വയേഴ്സ് ആക്കി എടുക്കുക. ചീസും അതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതാ നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അങ്ങനെ ഇതാ ഓൾമോസ്റ്റ് എല്ലാതും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഇതാ ട്രേയിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഈ ട്രേയിലേക്ക് ഇതാ കറക്റ്റായിട്ടാണ് കേട്ടോ നമ്മളെ ബോൾസൊക്കെ ഉള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് മിൽക്ക് വാഷ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. 180 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റ്സ് ആണ് കേട്ടോ ബേക്കിംഗ് ടൈം. അത് ബേക്ക് ആകുമ്പോഴേക്കും നമ്മളെ നെക്സ്റ്റ് സ്വീറ്റ് റെഡിയാക്കുക. ഇത് സേമിയ ബൈറ്റ്സ് ആണ് കേട്ടോ. ഇതാണ് ഞാൻ എല്ലാ പെരുന്നാളിലും ഉണ്ടാക്കാറുള്ളത്. എല്ലാവർക്കും ഇത് മതി എന്ന് പറയും. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊന്ന് മാറ്റാം, ചീസ് ബോൾസ് ആക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇല്ല ഇതും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ
ഇതും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ റോസ്റ്റഡ് സേമിയ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സേമിയ പൊടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഒന്നും കൂടി ചെറുതാക്കി പൊടിക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ബട്ടറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്നിങ്ങനെ കളർ മാറുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നെക്സ്റ്റ് നമുക്കിതാ ഒരു സെറ്റിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല തണുപ്പിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സ്പൂണോ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്വയർ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് തണുത്ത് കഴിഞ്ഞാലും ഈസി ആയിട്ട് തന്നെ ഓരോരോ ചെറിയ ചെറിയ സ്ക്വയർസ് ആയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അതിന് മേലെ ഇതാ കുറച്ച് പിസ്ത പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മളെ ചീസ് പഫ് ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ രാവിലെ അല്ലേ എടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എടുത്താൽ മതി. ഓക്കെ. പിന്നെ ഇവിടെ ബാക്കി മൈലാഞ്ചി ഇടലൊക്കെ നടക്കുകയാണ് കേട്ടോ. കേശൻ്റെതും പിന്നെ എല്ലാതും ഒക്കെ സെറ്റായതിന് ശേഷമാണ് കേട്ടോ ഞാൻ മൈലാഞ്ചി ഇടുന്നത്. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഞാനിതാ സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മൈലാഞ്ചി ഇട്ടത്. രാത്രി 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇടലൊക്കെ കഴിയുമ്പോൾ. അങ്ങനെ ഇതാ രാവിലേക്ക് നമ്മളൊക്കെ റെഡിയായി. മൈലാഞ്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും റെഡിയായി നേരെ ഇതാ പള്ളിയിലേക്ക് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ്. അപ്പോൾ കേശ കിയാൻ എല്ലാവരെയും ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 7:30ക്കാണ് കേട്ടോ പള്ളിയിൽ നിസ്കാരം തുടങ്ങുക. അപ്പോഴേക്കും ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ഈദ് മുബാറക്. പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കണ്ട് എല്ലാവർക്കും ഈദ് വിഷസൊക്കെ അറിയിച്ച് അങ്ങനെ ഇതാ കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി എല്ലാവർക്കും ഈദ് സ്വീറ്റ്സ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചീസ് പഫ് ബോൾസ് ഇല്ലേ, അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പള്ളിയിലൊക്കെ പോയി വന്ന് എല്ലാവരും ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വീറ്റ്സൊക്കെ കൊടുക്കുക.
അത് കഴിഞ്ഞിതാ നമ്മൾ എല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത്. മെഴ്സിഡീസിന്റെ മഞ്ഞ കാറിനെ മേടിച്ചു. പൈസ നോക്കിയില്ല 100 രൂപ. നമ്മളിവിടെ എല്ലാവരും കൂടിയിട്ട് ഒരു ഫിറ്റ് ചെക്ക് വീഡിയോ എടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കണേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്രാവശ്യം നമ്മളെ വീട്ടിൽ, അതായത് തറവാട്ടിൽ വെച്ചിട്ടല്ല പെരുന്നാൾ, ബ്രദറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ബിരിയാണി വേണോ? ബിരിയാണി സൂപ്പർ 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 കിടുക്കി കിടക്കാച്ചി സാധനം. നടക്കാരി നാണക്കാരി റസാനെ, ഈ പെരുന്നാൾ ബിരിയാണിനെ കുറിച്ചുള്ള അഭിപ്രായം? അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാതും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്. ഓ അങ്ങനെയാണല്ലേ. ബിരിയാണിനെ കുറിച്ച് എന്താ അഭിപ്രായം? ബിരിയാണിന്റെ കുഴപ്പമില്ല, പിന്നെ ചിക്കൻ ബിരിയാണി കഴിക്കാന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. വൈകുന്നേരത്തേക്ക് ഇതാ ബ്രദറിൻ്റെ മോന് പാച്ചു ബക്ലാവയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് ഫുള്ളായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
രാത്രി ഇതാ എല്ലാവരും ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ഗെയിംസ് ഒക്കെയാണ്. ഈ ഒരാള് ഫസ്റ്റ് ഒരു ബോളാണ് ഇടുമ്പോ ഈ ബോള് പിടിക്കണ അപ്പുറത്തുള്ള രണ്ടാളും ഇരിക്കണം. ട്രയൽ കാണിച്ചു കൊടുക്കേ. ഇന്നും കൈഫ് ഇരിക്കണം. തോറ്റോരനല്ല കൈപ്പ്. ഭയങ്കര അഹങ്കാരണ്ട്. പ്രൈസ് ഉണ്ടോ? ഒന്ന് ട്രിക്കാക്കിട്ടേ ഇടുമ്പോ ഒന്ന് കൽപ്പിച്ചിട്ടോ. ആത്മഹത്യ ചെയ്തില്ല. അതല്ല ആവേശകരമായ ബോൾ പാസിംഗ് ഗെയിമിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഡോക്ടർ നഷീദ് സമ്മാനദാന ചടങ്ങുകളുടെ ആരംഭിക്കുന്നത് ഇഴിഞ്ഞിട്ടാണ് ജയിച്ചതെങ്കിലും ഞങ്ങളുടെ ഉദാര മനസ്കത കാരണം ഞങ്ങളെ സമ്മാനം നൽകാൻ പാപ്പയെ ക്ഷണിച്ചു. പാപ്പ സമ്മാനം കൊടുത്തോളി. കയ്യടി വേണ്ട, എല്ലാരും കൂക്കി ഒരു നമ്പർ വരുമ്പോ 4 ആൾ കേറണം. 3 എല്ലാം മൂന്നായി ദില്ലോട്ടെ. പോ 3 ഇല്ല അയ്യോ ഓക്കെ. ഫെല്ലാസ് കമോൺ. ഇതാ 2 പുറത്തായ ടീം. ഇതാ നസീദ് ബി ഔട്ട്.
4. ഔട്ട് 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 ഔട്ട്. നമ്മുടെ ഈ പേരില് ചാമ്പ്യന്മാരായിട്ടുള്ളത് നീലും രശ്മിയും ഫൈസാനുമാണ്. നമ്മളൊക്കെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോ സ്ട്രാറ്റജി തന്ത്രങ്ങളാണ് ഒരു വിജയത്തിന്റെ പ്രധാനം. അതാണ് സമ്മാനത്തിനായി പാപ്പ. അത് സ്മെല്ലല്ല നക്കണ്ടേ പാറൊക്കെ കൈ താഴ്ത്തി കിടക്കണോ? ഗ്രാൻഡ് ഫിനാലെ. drink, eat, smell, drink. ഇത് കോൺസെൻട്രേഷന്റെ കളിയാണ്. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒന്നാം സ്ഥാനത്തിന് അർഹരായിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തോടെ വിജയികളായ കൈഫിനും ഇമാനും നൽകുന്ന വിജയ സമ്മാനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ സമ്മാനം നൽകുന്നതിന് വേണ്ടി കണ്ണൂരിന്റെ സ്വന്തം ഡെപ്യൂട്ടി കളക്ടർ സമ്മാനം നൽകുന്നതിന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടുപേരും ഫസ്റ്റ് മേടിക്ക്. ചോദിക്കണതാ Kuliah